ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സയൻസിലെ എക്സ്പ്ലോറിംഗ് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും ന്യൂട്രലിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ആസിഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം പഠിക്കാം. ആസിഡ്സ് ഈ ഫുഡ് ഐറ്റംസിലുണ്ട്, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഉണ്ട്. ഡേഞ്ചർ ആയിട്ടുള്ള ആസിഡ്സും ഉണ്ട്, എഡിബിൾ ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട്, എഡിബിൾ അല്ലാത്ത ആസിഡ്സ് ഉണ്ട്, പിന്നെ കുറെ ആസിഡ് ഉണ്ട്. അതിനകത്തിൽ കുറച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലെമണിലെ ആസിഡാണ് സിട്രിക് ആസിഡ്. ഈ മോസ്റ്റ് ഓഫ് ദ ആസിഡ്സ്, കുറെ എല്ലാ ആസിഡ്സും മിക്കവാറും സോർ ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ലെമൺ സോർ ആയതുകൊണ്ട് സിട്രിക് ആസിഡ് ആണ്. വിനെഗർ അസെറ്റിക് ആസിഡ് ആണ് അതിനുള്ളത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ആപ്പിളിന് മാലിക് ആസിഡ് ആണുള്ളത്. പിന്നെ ബേസസ്. ബേസസിന്റെ ബേസസ് എന്ന് പറയുന്നത് ഈ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഓക്കെ, എന്തായാലും അത് പ്രോപ്പർലി സ്ലിപ്പറി ആയിരിക്കും, പിന്നെ ബിറ്റർ ആയിരിക്കും. ബേസസ് എന്തൊക്കെയാന്ന് എഴുതാം. വാഷിംഗ് പൗഡർ, ഓക്കെ, അത് എഴുതാം, അതൊരു ബേസ് ആണ്. ഓക്കെ, അതൊരു ബേസ് ആണ്. അടുത്ത ബേസസ് ഇപ്പൊ ബിറ്റർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ബേസ് ആണെന്നില്ല. എക്സാമ്പിൾ ഈ ബിറ്റർ ഗാർഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബിറ്റർ ആണ് ടേസ്റ്റിൽ, പക്ഷെ അത് ബേസ് അല്ല. ആസിഡ്സിനകത്ത് അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സബ്സ്റ്റൻസസ് എന്നിട്ട് ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഗയിന്നും ഫംഗസിനുമാണ്. ആൽഗയും ഫംഗസും ഉള്ള കോമ്പിനേഷൻ ആണ് ലിച്ചൻസൈമർ. എന്നിട്ട് ലിച്ചൻസ് വെച്ചാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഈ ലിറ്റ്മസ് പേപ്പർ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ രണ്ട് സബ്സ്റ്റൻസസ് വന്നു, അത് ഒരു പേപ്പർ സ്ട്രിപ്പാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് വെച്ചാൽ. അത് റെഡ് കളറിലും ബ്ലൂ കളറിലും ഉണ്ടാവും. സോ നമ്മള് ഇപ്പൊ ഒരു ആസിഡ് സബ്സ്റ്റൻസ് ഒരു ഡ്രോപ്പോ 2-3 ഡ്രോപ്പോ നമ്മള് റെഡ് സ്ട്രിപ്പില് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നോ ചേഞ്ച് ആയിരിക്കും, ഒരു കളർ ഉണ്ടാകത്തില്ല. കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ആസിഡ് ബേസ്. ഓക്കെ, ഇപ്പൊ റെഡ് സ്ട്രിപ്പില് ആസിഡ് ഒഴിച്ചാൽ കളർ ചേഞ്ച് ഉണ്ടാകത്തില്ല. മീൻസ് ആസിഡ് ഒഴിച്ചാൽ അത് റെഡ് തന്നെയാവും. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, കാരണം ആ പേപ്പറേ റെഡ് ആണ്. സോ നമുക്ക് ആസിഡ് ഒഴിച്ചാൽ മനസ്സിലാകത്തില്ല. ഇഫ് നമ്മള് ബേസ് ഒഴിച്ചു, ഈ സോപ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ സോപ്പ്, ലൈമ്, അതൊക്കെയാണ് ബേസ്. ഓക്കെ, അപ്പൊ നമ്മള് ബേസ് സബ്സ്റ്റൻസ് അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ റെഡിനെ അത് ബ്ലൂ ആക്കി പറ്റും. നമ്മളിപ്പോ ഒരു ബ്ലൂ സ്ട്രിപ്പിൽ ആസിഡ് ഒഴിച്ചാൽ അത് റെഡായി മാറുകയും ചെയ്യും. നമുക്ക് എങ്ങനെ അത് റീസൈക്കിൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പൊ ബ്ലൂവില് ആസിഡ് ഒഴിച്ചിട്ട് റെഡ് ആവും, റെഡില് ബേസ് ഒഴിച്ചിട്ട് ബ്ലൂ ആവും. ആ ചില പേപ്പർ കേടാവുന്നിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലിറ്റ്മസ് പേപ്പേഴ്സിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ഓരോ സാമ്പിൾസ് ഇടുമ്പോൾ എന്തായിരിക്കും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആണെങ്കിൽ നെയിം ഓഫ് ദ ഐറ്റം ലെമൺ ജ്യൂസ് ആണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആഫ്റ്റർ പുട്ടിംഗ് ഡ്രോപ്പ് ഓഫ് സാമ്പിൾ. ഇതില് ബ്ലൂ ലിറ്റ്മസ് പേപ്പറില് നമ്മളൊരു ഡ്രോപ്പ് ഓഫ് ലെമൺ ജ്യൂസ് ഡ്രോപ്പ് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്താണെന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. ആസിഡിക് സബ്സ്റ്റൻസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനുള്ളിൽ ഇടുമ്പോൾ അത് റെഡ് ആയി മാറാ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കളർ ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് റെഡ് എന്ന് എഴുതണം. പിന്നെ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് പേപ്പർ ആഫ്റ്റർ ആഡിങ് എ സാമ്പിൾ. ഓക്കെ, അപ്പൊ ഓൾറെഡി റെഡ് ആയിട്ടിരിക്കുന്ന ഒരു ലിറ്റ്മസ് പേപ്പറിൽ നമ്മൾ അസിഡിക് സബ്സ്റ്റൻസ് ഒഴിച്ചാൽ നമുക്ക് നോ കളർ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. സോ നോ ചേഞ്ച് എന്ന് എഴുതണം. പിന്നെ അടുത്തത് സോപ്പ് സൊല്യൂഷൻ. സോപ്പ് സൊല്യൂഷന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? സോപ്പ് സൊല്യൂഷൻ ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. സോ അത് നമുക്കാണെങ്കിൽ ബ്ലൂവിൽ ഒഴിച്ചാൽ നോ ചേഞ്ച് ആണ്. കാരണം ഓൾറെഡി റെഡ് ആയിട്ടിരിക്കുന്ന ലിറ്റ്മസ് പേപ്പറിൽ നമ്മൾ ബേസിക് ഒഴിക്കുമ്പോൾ ബ്ലൂ ആയി മാറും. സോ ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കുന്ന ലിറ്റ്മസ് പേപ്പറിൽ ബേസിക് ഒഴിച്ചാൽ അത് ബ്ലൂ തന്നെ ആയിരിക്കും. സോ നമുക്ക് നോ ചേഞ്ച് എന്ന് എഴുതേണ്ടത്. പിന്നെ നമുക്ക് റെഡിൽ ഒഴിക്കുന്ന സമയത്ത് അത് ബ്ലൂ ആയി മാറുകയും ചെയ്യും.
പിന്നെ ടാമറിൻ വാട്ടർ. ടാമറിൻ വാട്ടർ എന്ന് വെച്ചാൽ പുളിയുടെ വെള്ളമാണ്. പുളി എന്ന് പറയുന്ന സാധനം ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ടാമറിൻഡ്. ഓക്കെ, ടാമറിൻഡിനകത്ത് ഉള്ള ആസിഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ഇതിനകത്തുള്ള ആസിഡ് ഇതാണ്. ഓക്കെ, അടുത്തത് വിനെഗർ. നമുക്ക് ടാമറിന്റെ ചെയ്തില്ല. ഓക്കെ, ടാമറിന്റെ ഒരു ആസിഡ് അതിന്റെ ബ്ലൂയിൽ ഒഴിക്കുമ്പോ റെഡായി മാറും. റെഡിൽ ഒഴിക്കുമ്പോ ചേഞ്ച് ആയിരിക്കും. പിന്നെ വിനെഗർ ഈസ് ഓൾസോ ആൻ ആസിഡ്. വിനെഗറിനകത്തുള്ളത് അസെറ്റിക് ആസിഡ് ആണ്. സോ ഇതിനകത്ത് വരുന്ന റെഡ്, നോ ചേഞ്ച്. അടുത്തത് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസും കമ്പൈൻ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആസിഡും ബേസും കമ്പൈൻ ആവുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അങ്ങനെ ന്യൂട്രൽ ആകുന്ന സമയത്താണ് നമുക്ക് ഈ വാട്ടർ, സാൾട്ട്, ഷുഗർ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാകുന്നത്. സോ ന്യൂട്രൽ എന്ന് വെച്ചാൽ വെള്ളമായിരിക്കും. അതിനകത്ത് ആസിഡ് കണ്ടന്റും ഇല്ല, ബേസ് കണ്ടന്റും ഇല്ല. സോ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ നോ ചേഞ്ച് ആണ്. ഇതിനകത്തും നോ ചേഞ്ച് ആയിരിക്കും, ഇതിനകത്തും നോ ചേഞ്ച് ആയിരിക്കും. വാട്ടർ ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. റെഡ് റോസ്. ഓക്കെ, പക്ഷെ റെഡ് റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് റോസ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഫോളോയിങ് പെറ്റൽസ് ഓഫ് റെഡ് റോസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബോയിൽഡ് വാട്ടറിൽ അത് ഇടുക. എന്നിട്ട് വെയിറ്റ് അണ്ടിൽ വാട്ടർസ് കളർ ചേഞ്ചസ്. ഓക്കെ, വാട്ടറിന്റെ കളർ റെഡ് കളർ ആവുന്നിടം വരെ, ചേഞ്ച് ചെയ്യുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് ആണെങ്കിൽ റെഡ് കളർ ആയി കഴിയുന്ന സമയത്ത് നമ്മൾ അത് 2 ടെസ്റ്റ് ട്യൂബിലാക്കണം. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് എയിൽ നമ്മൾ ഒഴിച്ചു, ടെസ്റ്റ് ട്യൂബ് ബിയിൽ നമ്മൾ ഒഴിച്ചു. 2 ഈക്വൽ ആയിട്ട് നമ്മൾ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടെസ്റ്റ് ട്യൂബ് എയിൽ നമ്മൾ 20 to 30 ഡ്രോപ്സ് നമ്മൾ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഇടണം. 20 to 30 അസിഡിക് സബ്സ്റ്റൻസ്. ഇപ്പൊ ഞാൻ ലെമൺ ജ്യൂസ് ഇടാൻ പോകും. ഓക്കെ, ലെമൺ ജ്യൂസ് ഇടാൻ പോവാണേ. ഇതിൽ ഞാൻ ലെമൺ ജ്യൂസ് ഇട്ടു. ലെമൺ ജ്യൂസ് ഇട്ടു. ഇതൊരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ലെമൺ ജ്യൂസ് ഇട്ടു. ഇനി അടുത്തതിനകത്ത് ഇടാൻ പോകുന്നത് നമ്മളൊരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ബേസിക് സബ്സ്റ്റൻസ് നമ്മൾ ഇടാൻ പോകുന്നത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ഓക്കെ, ബേക്കിംഗ് സോഡ ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ബേക്കിംഗ് സോഡ ഇടുന്നു. ബേക്കിംഗ് സോഡ ഇട്ടു. ഓക്കെ, ഇനി നമ്മള് ഇത് നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. കളർ ചേഞ്ച് ഉണ്ടാകുന്നു നോക്കാൻ വേണ്ടിയിട്ട്. ഇതിലും കളർ ചേഞ്ച് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ടെസ്റ്റ് ട്യൂബ് എയിൽ നോ കളർ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോ നേരത്തെ റെഡ് കളറായിരുന്നു റെഡ് റോസിന്റെ, അതേ റെഡ് കളറാണ് ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഇട്ട് കഴിഞ്ഞിട്ടും. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബിയില് കളർ ചേഞ്ച് ഉണ്ടായി. ടെസ്റ്റ് ട്യൂബ് ബിയില് റെഡ് മാറിയിട്ട് അവിടെ ഗ്രീൻ ആയി. ഓക്കെ, നമ്മള് ടെസ്റ്റ് ട്യൂബ് ബിയില് ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ് ഇട്ടത്, അപ്പൊ അത് റെഡ് മാറി ഗ്രീൻ ആയി. ഇങ്ങനെയാണ് റെഡ് റോസ് വെച്ചിട്ട് നമ്മള് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലാവും അസിഡിക് സബ്സ്റ്റൻസിൽ റെഡ് ആണ്, ബേസിക് സബ്സ്റ്റൻസ് ഗ്രീൻ ആണ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും ന്യൂട്രൽ സബ്സ്റ്റൻസിൽ ഏത് കളറാണ്. അപ്പൊ നമ്മുടെ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ വാട്ടർ, ഓയിൽ, ഷുഗർ, സാൾട്ട് അങ്ങനത്തെ സംഭവമൊക്കെയാണ്. അപ്പൊ നമ്മള് ഇതേ റെഡ് റോസ് എക്സ്ട്രാക്റ്റില് നമ്മൾ വാട്ടർ ഒഴിച്ചതായിരിക്കട്ടെ, ന്യൂട്രൽ സബ്സ്റ്റൻസ് ഒഴിച്ചാലും ഇതേ സെയിം കളർ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. സോ നമുക്ക് ന്യൂട്രൽ, ഇപ്പം ഇത് ന്യൂട്രൽ ആയിരിക്കട്ടെ. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് എന്നിടാം. ഇത് ന്യൂട്രൽ, ഇത് ആസിഡ്. ഓക്കെ, ഈ 2 ടെസ്റ്റ് ട്യൂബില് ന്യൂട്രൽ ആസിഡ് ആണെങ്കിൽ 2 റെഡ് കളർ തന്നെ ആയിരിക്കും. പക്ഷെ ഇതിനകത്താണെങ്കിൽ ആസിഡും ബേസും വേണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. സോ ന്യൂട്രൽ ആസിഡ് ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ലിറ്റ്മസ് ആണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ. ബാക്കിയുള്ള നമുക്ക് 3 വെച്ചിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിക്കാം.
നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൽ റെഡ് റോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബിലും റെഡ് റോസ് എക്സ്ട്രാക്ട് ആണ് ഇട്ടിരിക്കുന്നത്. സോ ലെമൺ ജ്യൂസ് നമ്മൾ റെഡ് റോസ് എക്സ്ട്രാക്റ്റിൽ ഇടുമ്പോൾ ഏത് കളറാണ് വരുന്നതെന്ന് നമ്മളിവിടെ എഴുതണം. ഓക്കെ, സോ ലെമൺ ജ്യൂസ് ഇടുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ലെമൺ ജ്യൂസ് ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അത് റെഡ് റോസ് എക്സ്ട്രാക്റ്റിനകത്ത് ഇടുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് അറിയത്തില്ല. സോ നോ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. സ്റ്റിൽ റെഡ് കളർ തന്നെയാണ്. നേച്ചർ ഓഫ് സബ്സ്റ്റൻസിന്റെ നേച്ചർ അസിഡിക്. അപ്പോ അസിഡിക് സബ്സ്റ്റൻസ് റെഡ് റോസ് എക്സ്ട്രാക്റ്റിനകത്ത് ഇട്ടാൽ നോ ചേഞ്ച് വരും. സോഫ്റ്റ് സൊല്യൂഷൻ അതൊരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. അത് റെഡ് റോസ് എക്സ്ട്രാക്റ്റ് നമ്മൾ മുമ്പേ പഠിച്ചപ്പോൾ ഇട്ടു. നമ്മൾ മുമ്പേ പഠിച്ച ബേക്കിംഗ് സോഡ ടെസ്റ്റ് ട്യൂബ് ബിയിൽ ഇട്ട സമയത്ത് ഗ്രീൻ കളറാണ് ഉണ്ടായത്. ദാറ്റ് മീൻസ് ബേസിക് സൊല്യൂഷൻ റെഡ് റോസ് എക്സ്ട്രാക്റ്റിനുള്ളിൽ ഇട്ടാൽ ഗ്രീൻ കളറാണ് ഉണ്ടാകുന്നത്. സോ ഗ്രീൻ. ഓക്കെ, ഗ്രീൻ കളർ. അതിന്റെ നേച്ചർ എന്താ വെച്ചാല് ബേസിക് ആണ്. ബേസിക്. അടുത്ത ആംല ജ്യൂസ്. ആംല ജ്യൂസ് എന്ന് വെച്ചാൽ ഗൂസ്ബെറി ആണ്. ആംല എന്ന് വെച്ചാൽ ഗൂസ്ബെറി ജ്യൂസ്. ഈ ആംല എന്ന് പറഞ്ഞ സാധനം ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. സോ നോ ചേഞ്ച് വരും. ആംലയില് സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ്, വിറ്റമിൻ സി, അങ്ങനെ കുറച്ച് ആസിഡ്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഈ ആംല ഗൂസ്ബെറി എന്ന് വെച്ച് കഴിഞ്ഞാല്. ഓക്കെ, ആംല ജ്യൂസ് നോ ചേഞ്ച്. പിന്നെ ഇതിനകത്തില് അസിഡിക്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അസിഡിക് ആൻഡ് ബേസിക് സോയിലാണ്. ഇതില് നമ്മൾ പഠിക്കുന്ന നേരം ഇതില് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഹൈഡ്രാൻജിയ എന്ന് പറഞ്ഞ ഫ്ലവറിനെ കുറിച്ചാണ്. അത് ഈ മൗണ്ടൻസിലും സ്നോ ഉള്ള സ്ഥലത്തും ഒക്കെ മാത്രം കിളിക്കുന്ന ഒരു ടൈപ്പ് ഫ്ലവർ ആണ്. സോ ഇതിന്റെ ഈ ഫ്ലവറിന്റെ കളർ ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇപ്പം ആ ഫ്ലവർ നട്ടിരിക്കുന്ന ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ പോട്ടിനുള്ളിലെ സോയിൽ ഇപ്പൊ അസിഡിക് ആണെങ്കിൽ, ഓക്കെ, അസിഡിക് സോയിൽ ആണെങ്കിൽ ആ ഫ്ലവർ ബ്ലൂ കളർ ആയിരിക്കും. ഓക്കെ, ആ ഫ്ലവർ ബ്ലൂ ആയിരിക്കും. അപ്പൊ അത് ബേസിക് സോയിൽ ആണെങ്കിൽ ആ ഫ്ലവർ ബ്ലൂയിന്ന് പിങ്ക് ഓർ റെഡിലോട്ട് ചേഞ്ച് ആവും. ഓക്കെ, സോ നമുക്ക് പിങ്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ പിങ്ക് ഓർ റെഡ്. ഓക്കെ, പിങ്ക് ഓർ റെഡ് കളർ ചേഞ്ച് ആവും. സോ അത് ഇപ്പൊ ഗാർഡനറിന് വേണമെങ്കിൽ ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് ആ ഫ്ലവർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ സോയിലിന്റെ pH, ഈ അസിഡിക് സോയിൽ, ബേസിക് സോയിൽ, അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫ്ലവറിന്റെ കളറും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ടർമറിക് ആസ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ടർമറിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ടർമറിക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ടർമറിക് ആണ്. ഓക്കെ, അടുത്ത ഇൻഡിക്കേറ്റർ എന്താ വെച്ച് കഴിഞ്ഞാല് ടർമറിക്. നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടർമറിക് ആസ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ടർമറിക് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. സോ നമ്മളാണെങ്കിൽ ടർമറിക് ഒരു ടംബ്ലറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു, അത് നമ്മൾ പേസ്റ്റ് ആക്കി. ഇതിനുള്ളില് നമ്മള് ടർമറിക് ഇട്ടിട്ട് അത് പേസ്റ്റ് ആക്കി. എന്നിട്ട് നമ്മള് ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ കട്ട് ചെയ്ത് സ്ട്രിപ്സ് ആക്കുക. എന്നിട്ട് ആ സ്ട്രിപ്സ് നമ്മൾ ഈ പേസ്റ്റിനുള്ളിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ മുകളില് ടർമറിക് നമ്മൾ തൂത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മള് കുറെ സമയം കഴിഞ്ഞിട്ട് അത് എടുക്കുക പുറത്ത് സ്ട്രിപ്സ്. അപ്പൊ അത് യെല്ലോ കളറായിരിക്കും. ഫുള്ള് ടർമറിക്കിന്റെ യെല്ലോ കളറായിരിക്കും. എന്നിട്ട് അത് ഡ്രൈ ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡ്രൈ ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് എടുത്തു. അതിൽ നമ്മള് അസിഡിക് സബ്സ്റ്റൻസ് ആണ് ഇടുന്നത്. ഞാന് വിനെഗർ ഇട്ടു. വിനെഗർ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. യെല്ലോ ആയിട്ടിരിക്കുന്ന ഈ സാധനം, ഓക്കെ, യെല്ലോ ആണ് ഈ കളറ്. യെല്ലോ കളറായിട്ടിരിക്കുന്നതിനകത്ത് നമ്മള് അസിഡിക് സബ്സ്റ്റൻസ് ഇട്ടു. അസിഡിക് സബ്സ്റ്റൻസ് ഇട്ടപ്പോ നോ ചേഞ്ച് ആണ് ഉണ്ടായത്. ഓക്കെ, അസിഡിക് സബ്സ്റ്റൻസ് ഇട്ടപ്പോഴും ഇതിന് ഒരു കളർ ചേഞ്ച് ആയില്ല.
യെല്ലോ തന്നെയാണ്. അടുത്ത് നമ്മൾ ബേസിക് സബ്സ്റ്റൻസ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ബേസിക് ആണ്. ഞാനൊരു ബേസിക് സബ്സ്റ്റൻസ് ഇതിനകത്തിട്ട്, ഞാനാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടു. ഓക്കെ, സോഡ ഇടുന്ന സമയത്താണെങ്കിൽ ഇതിന് യെല്ലോ കളറായിരുന്നു. യെല്ലോ കളറിൽ നിന്ന് അത് റെഡ് കളറായി മാറി. ഓക്കെ, ഇത് ഫുള്ള് റെഡ് കളറായി മാറി. അപ്പൊ നമുക്ക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണിത്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ് ഇത് രണ്ടും. സോ ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ യെല്ലോ ആയിട്ടിരിക്കുന്ന പേപ്പർ സ്ട്രിപ്സ് യെല്ലോ തന്നെ ആയിരിക്കും. ബേസ് ഇട്ട് കഴിഞ്ഞാൽ യെല്ലോ ആയിട്ടിരിക്കുന്ന പേപ്പർ സ്ട്രിപ്സ് റെഡ് ആയി മാറും. ഓക്കെ, അടുത്ത് നമ്മൾ ന്യൂട്രൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പേപ്പർ സ്ട്രിപ്പ് എടുത്തു, ന്യൂട്രൽ ഇട്ടാൽ സെയിം കളർ ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു, സെയിം കളർ ആയിരിക്കും. ഓക്കെ, സോ ഇപ്പൊ ന്യൂട്രലും ആസിഡും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഏതാണെന്ന്. ഇതെങ്ങനെയാണ്? സോ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഈ ന്യൂട്രലും ബേസ് അല്ലെങ്കിൽ ന്യൂട്രലും ആസിഡ് ഏതെങ്കിലും ഒരെണ്ണം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരും. അതുകൊണ്ടാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. കുറെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ പറയാം. ഫിനോഫ്താലിൻ പറഞ്ഞ ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ന്യൂട്രൽ ഒഴിക്കുമ്പോഴും ബേസ് ഒഴിക്കുമ്പോഴും ആസിഡ് ഒഴിക്കുമ്പോഴും ഡിഫറെന്റ് കളർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോന്നിനും പല പല കളറാണ്. സോ അത് ഒരു പ്രോപ്പർ ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഇത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതുകൊണ്ടാണ്. സോ നമുക്ക് അടുത്ത എന്താണെന്ന് പറയാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അടുത്ത് നമ്മൾ ന്യൂട്രലിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പോകണം. സോ ന്യൂട്രല് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആസിഡും ബേസും കമ്പൈൻ ആകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ന്യൂട്രൽ. സോ ഈ ആസിഡും ബേസും കമ്പൈൻ ആകുന്ന നേരം ഈ സഡൻ ആയിട്ട് ന്യൂട്രൽ ആവുമല്ലോ, അവിടെ ഒരു പ്രോസസ് ഉണ്ട്. സോ ആസിഡും ബേസും കമ്പൈൻ ആകുന്ന സമയത്ത് അവിടെ 3 കാര്യങ്ങളുണ്ടാവും. അവിടെ സാൾട്ട് ഉണ്ടാവും, അവിടെ വാട്ടർ പ്രൊഡ്യൂസ് ആവും, പിന്നെ അവിടെ ഹീറ്റും ഉണ്ടാവും, ചൂടും ഉണ്ടാവും. ഓക്കെ, അത് 3ഉം വന്നിട്ട് പിന്നാണ് അത് ന്യൂട്രലായി മാറുന്നത്. സോ ആസിഡും ബേസും ആവുമ്പോൾ സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ് ആണ് ന്യൂട്രൽ. അത് കെമിക്കൽ ഫോർമുലയാണ്. ഓക്കെ, നമ്മള് ഈ ന്യൂട്രലിന്റെ ഓരോ സിറ്റുവേഷൻസ് പഠിക്കാം. ഓക്കെ, ന്യൂട്രലിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇപ്പൊ സിറ്റുവേഷൻ 1. നമ്മുടെ കയ്യിൽ ഇപ്പം ആൻഡ് ബൈറ്റ് ചെയ്തു. ആൻഡ് ബൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. ഈ പെയിൻ ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? ഇപ്പൊ നമുക്ക് ആൻഡ് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് നമ്മുടെ സ്കിന്നില് ഒരു ആസിഡ് ഇഞ്ചെക്ട് ചെയ്യും. സോ ആൻഡിന്റെ ആസിഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോമിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഫോമിക് ആസിഡ്. ഓക്കെ, സോ ആൻഡിന്റേത് ഫോമിക് ആസിഡ് ആണ്. ആൻഡ് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫോമിക് ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. ഫോമിക് ഒരു ആസിഡ് ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പെയിന് മാറണമെങ്കിൽ ആ ആസിഡിനെ നമ്മൾ ന്യൂട്രലാക്കി മാറ്റണം. ആസിഡിനെ ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് ആണ് ബേസ്. സോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ആൻഡ് ബൈറ്റ് ചെയ്തു, നമ്മളപ്പോ അവിടെ ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണ്. ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണ്. നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. സോ ഫോമിക് ആസിഡും ബേക്കിംഗ് സോഡയും. ഫോമിക് ആസിഡും ബേക്കിംഗ് സോഡയുമായി. സോ ആസിഡ് പ്ലസ് ബേസ് ആയി. ആസിഡും ബേസും കൂടെ ചേരുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ്. ഓക്കെ, സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ് ആണ് ഉണ്ടാകുന്നത്. സാൾട്ട്, വാട്ടർ